ചുങ്കത്തറയിൽ കൂറുമാറിയ വാർഡംഗത്തിന്റെ ഭർത്താവിന്റെ സ്ഥാപനം സിപിഐഎം പ്രവർത്തകർ അടിച്ചു തകർത്തതായി പരാതി. നുസൈബ സുധീറിന്റെ ഭർത്താവും തൃണമൂൽ കോൺഗ്രസ് മണ്ഡലം ഭാരവാഹിയുമായ സുധീറിന്റെ സ്ഥാപനം അടിച്ചു തകർത്തുവെന്നാണ് പരാതി. ജനസേവ കേന്ദ്രത്തിലെ പ്രിന്റർ ഉൾപ്പെടെ അടിച്ചു തകർത്തുവെന്നും പരാതിയിൽ പറയുന്നു. എന്നാൽ സംഭവത്തിൽ സിപിഐഎമ്മിന് ഒരു ബന്ധവുമില്ല എന്നാണ് നേതൃത്വത്തിന്റെ പക്ഷം. അരുൺ ശങ്കർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, സ്ഥാപനത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ? കുടുംബത്തിന്റെ ആരോപണം സിപിഎം തള്ളുകയാണ്. വിശദാംശങ്ങൾ. സന്ധ്യ, അതായത് ഇന്ന് ഉച്ചയോട് കൂടിയാണ് ഈ ചുങ്കത്തറയിൽ പ്രവർത്തിക്കുന്ന, ഈ എടക്കരയിൽ പ്രവർത്തിക്കുന്ന ഈ ഓൺലൈൻ ജനസേവാ കേന്ദ്രം, അതായത് ഈ നുസൈബ സുധീറിന്റെ ഭർത്താവിന്റെ ഉടമസ്ഥയിലുള്ള ജനസേവാ കേന്ദ്രത്തിൽ ഇത്തരമൊരു ആക്രമണം ഉണ്ടായതായുള്ള പരാതി ഉയരുന്നത്. ഉച്ചയോടുകൂടി എത്തിയ ആളുകൾ ഈ ഓഫീസിലെ പ്രിന്ററും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഒക്കെ അടിച്ചു തകർത്തതായാണ് അവർ പരാതിയായി പറയുന്നത്. ആ സമയത്ത് 2 വനിതാ ജീവനക്കാരും കടയിലുണ്ട് എന്നുള്ളൊരു പരാതിയാണ് സുധീർ എന്തായാലും ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ അത് സിപിഎം പ്രവർത്തകരാണെന്നുള്ള ആരോപണം തള്ളിക്കൊണ്ട് സിപിഎം പ്രാദേശിക നേതൃത്വം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ അത് ആരോപണം നിഷേധിച്ചു. സിപിഎം അത്തരത്തിൽ ആരെയും പറഞ്ഞയക്കുകയുമില്ല എന്നൊരു പ്രതികരണമാണ് ടി രവീന്ദ്രൻ എന്തായാലും നടത്തിയത്. എന്തായാലും ചുങ്കത്തറ ഈ അവിശ്വാസ പ്രമേയത്തിന് ശേഷമുള്ള ഭരണമാറ്റത്തിനൊക്കെ ശേഷം രാഷ്ട്രീയ സംഘർഷവും ഇത്തരത്തിലുള്ള വെല്ലുവിളിയും ആരോപണങ്ങളും തുടരുകയാണ്. അതിനിടെയാണ് ഈ ഒരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്.